അങ്ങനെ കൊടുങ്ങല്ലൂർ അമ്മയുടെ വണ്ണയിലാണ് വണ്ണാന്റെ പ്രവേശനം. കൊടുങ്ങല്ലൂർ അമ്മയുടെ വണ്ണയിൽ ജനിച്ചതാണ് വണ്ണൻ. ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ വണ്ണയിൽ ജനിക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്തിനു വേണ്ടി ജനിപ്പിച്ചു? അതാണ് അറിയേണ്ടത് അല്ലേ? പറഞ്ഞതാകാൻ അമ്മ പരീക്ഷിച്ചു പൊന്മകന്റെ കയ്യിൽ കൊഞ്ചിതം കൊടുത്തയച്ചു. അമ്പിതുളപ്പിക്കുന്ന പാണ്ഡ്യന് നാട്ടിൽ പോയി വിടമറിച്ചു. ആ അമ്മയൊന്ന് പരീക്ഷിച്ചു ഞാൻ അമ്മ പരീക്ഷിച്ചു പറഞ്ഞില്ലേ? ഏതമ്മന്ന് കേട്ടില്ലല്ലോ. 1000 കൊല്ലുള്ള പരാശക്തിയായിട്ടുള്ള കൊടുങ്ങല്ലൂരമ്മ കർണകി ദേവിയില്ലേ? ആ ദേവിയൊന്ന് പരീക്ഷിച്ചു. ഭർത്താവായിട്ടുള്ള പൊന്മകനെ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട്. അതെ, ഭർത്താവായിട്ടുള്ള പൊന്മകനെ ഒന്ന് പരീക്ഷിച്ചു. ആ പൊന്മകനെ പരീക്ഷിക്കേ അതിന് തക്കതായ ചെയ്യണ്ടേ? തെറ്റ് ചെയ്യാതെ ഒരാളെ ശിക്ഷിക്കില്ലല്ലോ. അതെ, അയാള് ചെയ്ത തെറ്റെന്താ? ഈ പൊന്മകൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ? പറഞ്ഞു തരാക്കാൻ എന്നാൽ മാധവി എന്നൊരു പെണ്ണിനെ മോഹിച്ച് ഉള്ള സമ്മതൊക്കെ ആ കാരണം കൊണ്ടാണ് പൊന്മകനയെന്ന് ഉള്ള സമ്പത്ത് മുഴുവൻ നശിച്ചു. ആ കാരണം കൊണ്ടാണ് പൊന്മകനെ ചെലവ് വെക്കാനായിട്ട് പരീക്ഷിക്കുന്നത്. ആ ചെലവ് വെക്കാൻ പോയിരിക്കുന്ന സമയത്ത് അയാൾക്ക് അവിടെ എന്താ സംഭവിച്ചത്? ആ പൊന്മകൻ അവിടെ എന്താ സംഭവിച്ചതറിയോ? എന്നാൽ പാണ്ഡ്യന്റെ വിലച്ചിരപ്പ് കട്ടതാണ് വേണ്ടത് പോലുള്ള ശിക്ഷകൾ നൽകിയിട്ട് കൊണ്ടുകടി ഈ നല്ലച്ഛനായിട്ടുള്ള പൊന്മകനുണ്ടല്ലോ, ചിലമ്പ് വിൽക്കാൻ വേണ്ടി പാണ്ഡ്യ രാജ്യത്തേക്ക് പോകുമ്പോ അന്ന് അവിടെ പാണ്ഡ്യൻ ദേവിയുടെ ചിലമ്പ് കളവ് പോയിരിക്കുന്ന സമയമായിരുന്നു. ഈ പൊന്മകന്റെ കയ്യിലുള്ള ചിലമ്പുണ്ടല്ലോ, ആ ദേവിയുടെ കട്ടതാണെന്ന് കരുതി ആ പൊന്മകനെ പിടിച്ചുകൊണ്ട് കഴുമരത്തിൽ തൂക്കി നിശ്ചിച്ച പൊന്മകനെ കൊണ്ട് കഴുമരത്തിൽ തൂക്കി പറഞ്ഞ പിന്നെന്താണ് അവിടെ തൂക്കി മനസ്സിലായോ? ആ പൊന്മകനെ കൊണ്ട് കഴുമരത്തെ തൂക്കിയിരിക്കുകയാണ്. ആ തൂക്കിയിരിക്കുന്ന സമയത്ത് അത് ആരറിഞ്ഞ് എങ്ങനെ അറിഞ്ഞ് ആരാണ് പറഞ്ഞു കിടക്കാൻ ആയുധമായുള്ള പണ്ടി
ദേവി ഒപ്പം അറിഞ്ഞു പോകും. ആയുധമായുള്ള പള്ളിവാളെടുത്ത് പാണ്ഡ്യ രാജ്യത്തെയും പ്രജകളെയും രാജാക്കന്മാരെയും ഒക്കെ കൊന്നു മുടിച്ചു. എല്ലാരെയും കൊന്നു മുടിച്ചു. ആ കൊന്നു മുടിച്ചിട്ട് ദേവി വന്ന് നോക്കുന്ന നേരത്തെ അവിടെ കണ്ട കാഴ്ച എന്താ കണ്ട കാഴ്ച? ഭർത്താവായിട്ടുള്ള പൊന്മകനെ കൊന്ന് കഴുമരത്തിൽ തൂക്കി നിർത്തിയിരിക്കും. ഭർത്താവായിട്ടുള്ള പൊന്മകനെ കൊന്ന് കഴുമരത്തിൽ തൂക്കിയിരിക്കാണ്. ആ ഭർത്താവിന്റെ പ്രേതത്തിനെ തൂക്കിയെടുക്കണമെങ്കിൽ അമ്മ എന്തിനു പോകണം? അന്ന് കാലത്ത് അതിന്റെ പ്രതിവിധിയുണ്ട്. എന്താണെന്നറിയോ? ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ പ്രധാനപ്പെട്ട രണ്ടു തരം പുല്ലുകളുടെ കൃഷത്തിന് വല്ലതും അറിയോ? അറിയോല. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ രണ്ടേ രണ്ട് പുല്ല്. ഒന്ന് ഓപ്പിയാറ്, ഒന്ന് ഓസിയാറ്. എനിക്കത് കാട്ടാനായിട്ടില്ല. നാളെ പോട്ടെ, അതിനെ വലിച്ചിട്ട് തീരുമാനം 6 മാസം ഭാരത പർമ്മതം കൊടുക്കും. പുല്ലിന്റെ കാര്യമല്ല, പുല്ലിന്റെ കാര്യം നിങ്ങൾ ഏത് പുല്ലിന്ന് കേട്ടോ? ശോഭ, ഈ 2 വക പുല്ലുണ്ട് പറഞ്ഞില്ലേ? അത് ഏതെല്ലാം വക? ഒന്ന് ദർഭ, പിന്നൊന്ന് കറുക. പാട്ട് പാടാൻ നേരം വിളിക്കാന്ന് നമ്മുടെ പണിക്കണം ഇല്ലേ? ചെറുപ്പ പുല്ല് എന്തിനുപയോഗിച്ചു? കൊന്നാൽ തോറ്റി വെക്കുന്ന പുല്ലാണെന്ന് പണ്ട് ദേവീശ്വരന്മാർ പറഞ്ഞത് വിശ്വസിച്ച അത് ദർഭപുല്ല്. അപ്പൊ ഈ കറുക പുല്ല് അത് എന്റെ കർമ്മം ഒന്ന് കഴിഞ്ഞ് കാണണമല്ലേ? വേണ്ട, ഞങ്ങൾ ബാക്കി സുമാറുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മാത്രമേ കാണാൻ ബാക്കിയുള്ളൂ. പറയണ്ട, നിങ്ങളുടെ കർമ്മം ഞങ്ങളുടെ കണ്ണിൽ നിന്നും കാണിക്കണ്ട. അതായത് ഹിന്ദു ആചാരപ്രകാരം കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന പുല്ലാണ് കറുകപ്പുല്ല്. ദേവി അത് മുന്നിൽ പോയി നിങ്ങളുടെ നാവ് പുഴുക്കുന്നു. നിങ്ങളെ എന്റെ നാവിലെ പുഴുക്കും നിന്റെ വായിലെ 6 മാസം കഴിയണം. ആയിരങ്ങളുള്ള പരാശക്തിയായിട്ടുള്ള കൊടുങ്ങല്ലൂരമ്മ കർണകി ദേവി. ആ ദേവി ഏത് മുന്നിനെ പോയത് പറഞ്ഞു തരാക്കാലത്ത് മണ്ണാലല്ല പേര് വണ്ണാൻ എന്നതാണ് ശാസ്ത്രം. കൊടുങ്ങല്ലൂരമ്മയുടെ വണ്ണയിലാണ് വണ്ണാൻ ജനിച്ചത്. ആ വണ്ണാനെ ജനിപ്പിച്ചിട്ട് അമ്മ പുല്ലിനും പോയി. ആ വണ്ണാൻ അവിടെ കാവലാക്കി നിർത്തിയിട്ടുണ്ട്. ആ കാവലാക്കിയ വണ്ണാൻ എന്താ സംഭവിച്ചതറിയോ? പറഞ്ഞു തരാക്കാൻ മുക്കും പവി രണ്ടും മേൽ പോട്ടാക്കി വണ്ണാൻ 4 വകം നിന്ന് കാണിച്ചു. അങ്ങനെ മൂക്കും പവി രണ്ടും മോപ്പൊട്ടാക്കിയിട്ട് മണ്ണാനാന്ന പ്രയത്നം കണ്ട് പേടിച്ചിട്ട് കളിച്ചു. ആ കളിച്ച അന്ന് കാലത്ത് പേര് മുതലില്ല. പറഞ്ഞു തരാക്കാൻ എന്നാൽ വന്നേ നിറഞ്ഞുള്ള പൊന്നും സഭയോടെ അന്നുള്ള കാരണം എന്ന് വല്ലാതെ ഭൂതങ്ങൾ കെട്ടുവാൻ അന്നുള്ള മുറകളെ നോക്കി കൊടുങ്ങല്ലൂർ മാത്രമല്ല, ഏതൊരു ഭാഗത്ത് വേല പൂരം വെടി നടക്കുന്നുണ്ട് അവിടെയുണ്ട് ഈ വണ്ണ ഭൂതം വെട്ടിക്കൾ. അതിന് ഭൂതം നിറ എന്നും കൂടെ അറിയപ്പെടുന്നത് വിശ്വസിച്ച അമ്മ കൊണ്ടുവന്ന് ആ ഭർത്താവിനെ
ചോദിച്ചു വെച്ചിട്ട് അമ്മയെ അങ്ങനെ തന്നപ്പോ നിങ്ങൾ ദേവിയോട് എന്നാൽ മതി മതി തായ വരമൊക്കെയും വണ്ണാലും തെളിഞ്ഞു പറഞ്ഞു അതിമൃതയായ ഭഗവതി കരി അതിയ സന്തോഷം ഇത്ര നേരം ഞാൻ ഓരോ ചോദ്യം ചോദിച്ചു. ആ ചോദിച്ച ചോദ്യത്തിന് മുഴുവൻ നമ്മൾ മറുപടി അറിയും പ്രകാരം നിങ്ങൾക്ക് പറയുന്നുണ്ട്. അതെ, ഈ മറുപടി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഈ 2023 നടന്നതാണ്. വിവരക്കെട്ടുകൾ സംസാരിക്കരുത്. 2022 2023 കഴിഞ്ഞ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇത് പണ്ട് കാലങ്ങളിൽ കഴിഞ്ഞു വന്ന കാര്യമാണ് കൃഷ്ണ. അതെ, ഈ പണ്ട് കാലങ്ങളിൽ കഴിഞ്ഞതാണ്. ഏത് തമ്പുരാൻ നാടുവാഴുന്ന കാലത്താണ് നടന്നത്. ആ തമ്പുരാൻ എന്റെ തൊഴിലോ പറഞ്ഞു തരാക്കാർക്ക് മണ്ണാന്റെ ഉത്ഭവമാണ് നമ്മൾ ചോദിച്ചത്. അറിഞ്ഞിടത്തോളം എന്റെ ഗുരുക്കന്മാരുടെ കടാക്ഷം കൊണ്ട് അറിഞ്ഞത് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു തന്നു. നിങ്ങളോട് കൂടി കളിക്കുന്നു, ചിരിക്കുന്നു, പറയുന്നു. ഞാൻ നിൽക്കുന്നത് ചെയ്യില്ലേ അച്ഛാ, നിങ്ങളെ പോലെ കളിച്ചു നടക്കുന്ന കുട്ടിയല്ല ഞാൻ. കിടന്നുറങ്ങാൻ വേണ്ടി തത്തമംഗലം ആറാമ്പാടത്തിന് ഇത്രയും കാശും പണം മുടക്കിയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ഇവിടെ വരണോ? ഞാൻ കഴിച്ചിട്ടാണ് കൃഷ്ണ അവിടെ വന്നിരിക്കുന്നത്. എന്ത് കഴിച്ചു കേട്ടോ? അത് നോക്കി അതല്ല കൃഷ്ണ, എനിക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് നായി കുടിക്കാനുള്ള നീ തല്ലിപ്പൊളിയാണെന്ന് എനിക്കറിയാം. എത്ര പെട്ടെന്ന് അതല്ല കൃഷ്ണ, ഇയാള് ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചാലേ അപ്പൊ എന്നെ പോലെയൊക്കെ ആകുമ്പോ എന്ത് കാട്ടുമോ? എന്നെ മാതിരി ആകുമ്പോ എന്റെ ഭാര്യ ഇവിടെ വന്നു എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. അവളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ വേഗം അവളൊന്ന് വിളിച്ചു വരുത്തി. ഭാര്യയുടെ പേരോ? അമ്മാളു. എന്ത് വേണമെന്നു? നിങ്ങളുടെ രാജ്യത്ത് വന്നതല്ലേ ഞാൻ? അല്ലെ, ഒരു എത്തുന്നൊരു ലോകമര്യാദയൊക്കെ ഇല്ലേ? ആയതുകൊണ്ടെന്ന് വിളിക്കാൻ
സാക്ഷരത പറയും പോലെ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ട് വരുന്നു. അവിടെ തന്നെ ചേർന്നത് അംഗനവാടി. അച്ഛനെ വിളിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞു തന്നാൽ അതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റൂ. കഴിയല്ലോ. എന്നാൽ പറഞ്ഞു അതുപോലെ പറഞ്ഞാൽ മതി. എങ്ങനെ നടി അമ്മാളെ എണ്ണപ്പാടത്തുകാരൻ നാഗിച്ചോപ്പൻ നിന്റെ ഭർത്താവ് ഞാൻ പറഞ്ഞത് ഒരൊറ്റ വാക്ക് പറയും. നമുക്ക് ചില്ലറിയാ നേരം പോലത്തെ എല്ലാവരും പങ്കിപ്പിച്ചു കൊടുക്കണേ. ഒരു വാക്ക് പറഞ്ഞ കൊടുവല്ലോ. എന്റെ അന്യ പുരുഷന്മാരുടെ ഭാര്യമാരെ എടി പൊടി എന്നൊക്കെ പറയാൻ പാടില്ല. എന്താന്ന് പിന്നെ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. കൊല്ലങ്കോട് ആണ്ടികൊടുമ്പിലെ കൃഷ്ണൻ എന്ന് പറയുന്ന ഈ മാന്യ വ്യക്തി ഉണ്ടല്ലോ, ഇയാള് ഇദ്ദേഹം മാന്യ വ്യക്തി. അതെ അതെ, നല്ല ബുദ്ധി എന്ന് പറയുന്ന സാധനം യമനെ കണ്ടുകിട്ടിയിട്ടില്ല. 20 കൊല്ലമായിരുന്നു നല്ല ബുദ്ധി. നല്ല ബുദ്ധിയാ. നിങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഞാൻ കാണാൻ തുടങ്ങിയപ്പോ തൊട്ട് നല്ല ബുദ്ധി എനിക്ക് തോന്നിയിട്ടില്ല. അത് നല്ല ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിന്റെ പിന്നാലെ തന്നെ വരുന്നത്. വർത്തമാനപ്പാടെ ഭാഗം വിളിക്കുന്ന ആദ്യത്തെ തെറിപ്പിക്കും ഞാൻ. പോയില്ലേ അപ്പൊ ഞങ്ങൾ തുണിമാറ്റുമ്പോ നോക്കാൻ നീ തുണി മാറ്റുമ്പോ കൃഷ്ണേട്ടൻ നോക്കാൻ വരാണ്ടിരിക്കാൻ അത് കർമ്മമായില്ലേ? ചെറുപ്പത്തിൽ എത്ര സ്നേഹം ഉണ്ടായിരുന്നു. പണ്ട് കാര്യയിലൂടെ ചെറുപ്പത്തിലെ കുഞ്ചിയെ കോഴിയെ മുത്തി അന്ന് മുത്തി പറഞ്ഞ കണ്ട് മുന്ന മുത്തി അവന്റെ വിവരം മുത്തന്റെ സാധനം അപ്പോ നമ്മളെ വന്നിരിക്കണം വന്നിരിക്കണമെന്ന് എന്റെ ബട്ടൺ ആ ചേച്ചി വിളിച്ചു നിങ്ങൾ വേഗം പൊക്കിടാൻ പറ്റില്ല എന്റെ ബട്ടൺ തരുന്ന് എന്താണ് എന്താണ് ഈ പട്ടണത്താലേ നമ്മളെ ഭാഗം വന്ന ഒടുവില്ലാത്ത കുളത്തിൽ കൊണ്ടുവിടുവോ പിന്നെ എനിക്ക് പുറത്തേക്ക് വന്ന് നോക്കട്ടെ വരും നേരം കഴിഞ്ഞു ഇതല്ലേ എന്റെ ഭാര്യ അമ്മാളും. അച്ഛൻ എന്തായാലും ഇതൊരു ഉപകാരം എനിക്ക് ചെയ്തു തന്നല്ലോ, വളരെ നന്നായി കിട്ടും. ഇനി എന്താ വേണ്ടത്? ഒരു 10 അടി താ ഒഴിവനിക്ക് മാറി നിൽക്കും. ഏത് അമ്മയോടാണ് നിങ്ങൾ വർത്തമാനം? അമ്മയോട് നിങ്ങൾക്ക് എന്താ അത്ര വലിയ കാര്യം? അവരവരുടെ കാര്യം അവരവരുടെ കൈ കിട്ടുന്നവരെ കിട്ടിയപ്പോ നീ പോക്കടാ. അവളോട് ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറയും, പറയില്ലല്ലോ. പിന്നെന്താന്ന് വർത്തമാനം അമ്മാളെ എന്താണ്ടി വീട്ടിലെ വിശേഷം? നല്ല വിശേഷം.
എടി നമ്മുടെ അച്ഛനും മമ്മിയൊക്കെ നന്നായിരിക്കുന്നുണ്ടോ? അതങ്ങനെ കിടന്ന് ഉരുളണോ ആടുമല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞു വേണ്ടാത്തവിടെ ബലം കൊടുക്കാൻ നിൽക്കണ്ട കൃഷ്ണ. പിന്നെ വേണ്ടവിടെ വില കൊടുത്തിട്ട് ചുള്ളി എനിക്ക് തരില്ല വേലത്തിനോട് കൊടുത്തു. എടി നമ്മളെ കുട്ടിയും മക്കളൊക്കെ എന്ത് കാട്ടുന്നു? അതൊക്കെ എടി ദേഷ്യവും തറയൊക്കെ നടക്കുന്നുണ്ടോ? ആ ഓരങ്ങനെ നടക്കണ്ട്. ഓരമെല്ലാം തല പൂക്കുണ്ട്. ഓരമ തല കൊണ്ടാണ്ട് കിടക്കുന്നുണ്ട്. എടി നമ്മുടെ വേലിയും പെരിയൊക്കെ മേഞ്ഞോ? കൊല്ലങ്കോട് ആണ്ടി കുളക്ക് പഠിച്ച് ഈച്ച പോത്തിനെയാണ് പഠിക്കുന്നത്. ആ വഴിക്ക് വന്ന ഈച്ച പോത്തിനെയും മുഴുവൻ പോത്ത് ഈച്ചനെയും മുഴുവൻ. ഞാൻ അവളോട് ഇത്രയും വീട്ടു വിശേഷങ്ങൾ ചോദിച്ചില്ല. ആ മഹാപാവിയൊന്നും മുൻപില്ലല്ലോ. എടി എന്താണ്ട് നിന്റെ മുഖത്തൊരു വാട്ടം? ഒരു പെൺകുട്ടികളെ വിളിച്ച സമാധാനത്തിൽ പോയിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ച് മനസ്സിലാക്കണ്ടേ? അതല്ല വിവരമുള്ള ആളുകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആത്മാവിനെ കളയാൻ നിൽക്കുന്നത്. 2023 ആയതുകൊണ്ട് പെൺപിള്ളാരെ വിളിച്ചിട്ട് കൃഷ്ണൻ മെല്ലെ പോകാം. ആറ് മാസമായി ഈ മഹാഭാവി വീട് വിട്ട് വെളിക്ക് പോയിട്ട് കൊള്ളൂല്ലാത്ത കുളത്തിലാണ് അതാണ് കുറേ നേരമായിട്ട് ഇവിടെ കൊണ്ട് മനുഷ്യ 6 മാസമായി പുറത്തേക്ക് പോയിട്ട് പറഞ്ഞ ഞാൻ എന്താ ഇവിടെ തെക്ക് കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. വിവരം കേട്ടതേ അതല്ല അവള് പറഞ്ഞത്. 6 മാസമായി എന്റെ പണിക്ക് വേണ്ടി പരിചയത്തിലേക്ക് ഞാൻ പോയിട്ട് 6 മാസമായി വീട് വിട്ട് വെളിക്ക് പോയിട്ട് ഇപ്പൊ വന്ന് എന്ത് വേണം? എന്താണ്ട് ഈ വീട്ടിലെ വിശേഷം? നിങ്ങളത് ആര് വന്നിട്ടാണ് പലശേരിലെ കൊണ്ടുപോണ കൊണ്ട അവര് പാരമ്പര്യമായിട്ട് കൊണ്ടകളാണ്. അവന്റെ അച്ഛൻ കൊണ്ട, അവന്റെ ഏട്ടൻ കൊണ്ട, അവന്റെ അനിയൻ കൊണ്ട, അവൻ കൊണ്ട, അവന്റെ അമ്മ കുണ്ടി. ഇപ്പൊ വന്ന് എന്ത് വേണം? എന്താണ്ട് വീട്ടിലെ വിശേഷം? കുട്ടി മക്കൾ എന്ത് ചെയ്യുന്നു? ആ വീട് കെട്ടിയോ? ആ പേരെ മേഞ്ഞോ? എന്നുള്ള നല്ല വാക്ക് എന്നെ കൊണ്ട് ചോദിക്കുവോ? നിങ്ങളെ കൊണ്ട് ആദ്യം ചോദിക്കുന്നത് കേട്ടവരെ നിങ്ങൾക്ക് ആണ്ടി പൂജ കഴിക്കാൻ പറ്റിയ സ്ഥലമാണത് അല്ലല്ലോ. പൂജ അതിന്റെ തൊള്ളി തീക്കല്ലി വാരിക്കൊണ്ടിരുന്നു. ചായക്കട ഒളിച്ചു എന്നെ ഒളിച്ചു വെച്ചിരിക്കണ്ടേ? എന്ത് പറഞ്ഞാലും ഇയാൾ മണ്ടി കയറില്ല. എന്ത് പറഞ്ഞാലും കേറില്ല. ഒന്നോട്ട് വീഴാൻ തുടങ്ങി. ഞാൻ നിന്നെ എവിടേക്ക് പറഞ്ഞയച്ചു? നീ എവിടെ പോയി? വരാൻ എന്താ ഇത്ര താമസം? അമ്പാടെ അടിപൊളിച്ച് അവിടെ അഡ്വാൻസ് ഒരു കളിയും കഴിഞ്ഞു. രണ്ടാമത്തെ കളി കഴിഞ്ഞു. ആ പരമാർത്ഥം ഇവിടെ പറയാതിരുന്നാൽ ഒരു രാജ്യക്കാരനെ ഇവിടെ നൽകാൻ പറ്റില്ല കേട്ടോ. മര്യാദയ്ക്ക് പനമൂട്ട് നീ കൊണ്ടോ മുട്ടിപ്പാനി കൃഷ്ണൻ കേട്ടോ. നിങ്ങളുടെ മുട്ടിപ്പാനെ തല്ലി ഉടക്കി ഞാൻ ആ വഴിക്ക് വന്നാൽ നീ തല്ലി ഓടിച്ച് തണുപ്പ് ഒരു മുട്ടിപ്പാനി 150 രൂപയായി. അത് കാരണം ഞാൻ പണിയുന്നത് അല്ലാണ്ട് മുട്ടിപ്പാനി
പിന്നെ നീ പോവാണെ പറ്റും ഇവിടെ ആളുണ്ട് പിന്നെ നിന്റെ ബേജാറ് മര്യാദ ആ ചെക്കൻ എടുക്കുന്ന നോക്കാൻ പറയും അത് നിന്റെ ബേജാറ് ഇവിടെ ഇപ്പൊ ആവണ്ടേ നീ ചെറുക്കനെ വിളിച്ചാലും ശരി അപ്പോൾ വിളിച്ചാലും അയാൾ എന്ത് തന്നെ എന്നെ പറഞ്ഞോട്ടെ ഇത് അങ്ങനെ ചൊത്തല്ലേ കൊണ്ട് പണയം പറ്റാലോ അതല്ല വെച്ചിട്ടാ ഇത് അങ്ങനെ കൊടവല്ലേ അങ്ങനെ നിറ കൊടവാണ് നമ്മളെ ഇതങ്ങനെ കൊടുവാണെങ്കിലേ ഇതിന്റെ പൈപ്പ കൊണ്ട് പരമാർത്ഥ മറിഞ്ഞു നിന്റെ അമ്മാടുവോ പരമാർത്ഥ മറിഞ്ഞു നിന്റെ അലക്കുതുള്ളി കൊടുക്കാനല്ല അയച്ചപ്പെട്ടത് അല്ലേ? അലക്കുതുള്ളി കൊടുത്തു കഴിഞ്ഞാൽ നീ വേഗം വന്ന് വീടെത്തണം. ആങ്ങളെ വഴി വെച്ച് കണ്ടു. അവൻ വിളിച്ചപ്പോ അവന്റെ കൂടെ പോയോ മഹാഭാവി മനസ്സിലാക്കി കൊടുത്തോളി, അല്ലെങ്കിൽ രണ്ടിന് ഇവിടെ ഇട്ട് അറുക്കും ഞാൻ. അയാൾ എന്താ പറഞ്ഞു പറ്റാണ് നിങ്ങളുടെ ആദ്യം വന്നിട്ട് എന്നെ കൊല്ലുന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ വേറെ എവിടെയും പോയില്ലാന്ന് ഞാൻ എവിടെയും പോയവര് വേറൊന്നുമല്ല. അലക്കത്തിന് കൊടുക്കാൻ വേണ്ടി തമ്മിൽ എന്നോട് പോയി പറഞ്ഞില്ലേ? ആ പോയ സമയത്ത് അയാൾ അവിടെ നിന്നാ ഞാൻ കണ്ടപ്പോ അയാൾ അവിടെ അയാളെന്താ എന്റെ എന്റെ അലക്കത്തിന് കൊടുക്കാൻ വേണ്ടി തമ്മിലല്ലേ തമ്മിലാണ് അവിടെ ഉണ്ടോന്നു തമ്പരല്ല അവിടെ ഉണ്ടോ? എനിക്കത് ഇട്ടുകൊണ്ട് വരാൻ പറ്റുമോ? അത് നായ എടുത്തിട്ട് അതല്ലാന്ന് അലക്ക് കേട്ട് എനിക്ക് അവിടെ ഇട്ടുകൊണ്ട് വരാൻ പറ്റുമോ? അപ്പൊ ഞാനിത് ചെയ്ത് തമ്പുരാൻ വരട്ടെ ഒരു 10 മിനിറ്റ് കൂടുതൽ നേരമൊന്നും ആയില്ല. ഒരു 10 മിനിറ്റ് നിന്നു. തമ്പുരാൻ വന്നു കൊടുത്ത് പിടിച്ചു വരുമ്പോ നേരമായിരിക്കും. ആ കുട്ടി അലക്ക് കൊണ്ടുപോണ സമയത്ത് തമ്പുരാൻ അവിടെ ഇല്ല. തമ്പുരാൻ മറ്റേ വന്ന് ഒരു 10 മിനിറ്റ് തമ്പുരാൻ അങ്ങോട്ട് വന്നു. ഇതങ്ങോട്ട് കൊടുത്തു, അതങ്ങോട്ട് പിടിച്ചു. കൂടെ അത്
നാളെ തൊട്ട് വേണം പറഞ്ഞ കഴിക്കാൻ ശരീരത്തിൽ കാണും. അന്ന ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വേലാറ്, നമ്മളെന്തിനാ കടയിൽ അവര് രണ്ടാളുടെ വേലാറ്, നമ്മളെന്തിനാ കടയിൽ കണ്ടിട്ടാണ്? നിങ്ങളൊരാണാണ് നിങ്ങളൊരു ആണാണെന്നാണ് കേൾക്കുന്നത്. നിങ്ങളൊരു ആണാണോ ചോദിക്കുന്നത്? ആണാണെന്ന് അറിയണം. നാളെ രാവിലെ എന്റെ വീട്ടിൽ വന്നു. നിങ്ങൾ ആണാണോട് വേറൊന്നുമല്ല. അയാൾ ഈ ജാതി എന്നെ വടിയും കൊണ്ട് കുത്താൻ വരുമ്പോ അയാളുടെ വടിയിലൊന്നും എല്ലാം പിടിച്ചൂടെ? അപ്പന്റെ അടുത്ത് പറയാൻ വേറൊന്നുമല്ലാന്ന് അവനവന്റെ കെട്ടിയ പെണ്ണുങ്ങൾ ഈ നാട്ടുകാർ നിനക്ക് ഇട്ട് കൊടുക്കാൻ പാടും. അത് പാടില്ല, അത് പാടില്ല, അത് പാടില്ല. നാട്ടുകാർക്ക് തിരിക്കാൻ ഒരു അടിയായില്ലേ? അടിയായി നല്ല പോലുള്ള ആണുങ്ങൾ എന്ത് വേണം? എന്ത് വേണം? അങ്ങനെ തല്ലാനും അടിക്കാനും കുത്താനും ചവിട്ടാനല്ല വരുന്നത്. അതല്ല ആണുങ്ങളുടെ യോഗ്യത. നല്ല പോലുള്ള ആണുങ്ങൾ എന്ത് വേണം? പെണ്ണുങ്ങൾ ഉറങ്ങിക്കിടക്കില്ലേ? അപ്പൊ മെല്ലെ പിടിച്ചെന്ന് അപ്പൊ ഈ വിളവ് മുഴുവൻ ചോപ്പനാണ് ഈ വിളവിനൊക്കെ ഇവിടെ വെച്ച് ഒന്നും ചെയ്യാം. അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ആലോചിച്ച കാര്യമാണ്. ഞാൻ അവളെ ഇവിടെ വെച്ച് ഒന്നും ചെയ്യില്ല. ഇവിടെ വെച്ച് ഒന്നും ചെയ്യണ്ട. വീട്ടിൽ പോവാ. വീട്ടിൽ പോയിട്ട് അമ്മാള് ഉറങ്ങിക്കിടക്കില്ലേ? ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മെല്ലെ പിടിക്കണം. അഥവാ ഞാൻ പിടിച്ച അമർത്തേലുള്ള വിഷച്ച അവളുടെ കണ്ണിൽ കൂടെ പറക്കും ആത്മാവ്. അവളത് ചെയ്യിപ്പിക്കുന്നത് ഈ നാട്ടുകാരുടെ ഇടയിൽ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്ന തോന്നുന്നത്. ഈ വഞ്ചക ചെയ്യാൻ പാടില്ല. എന്നെ ഒരുപാട് മനസ്സ് മുട്ടി തന്നെ നോക്കോളി. ഞാൻ എന്തെങ്കിലും കഴിക്കും. വേറൊന്നുമല്ല. നിങ്ങൾ വേണമെങ്കിൽ നേരം വെളുത്ത പേപ്പർ നോക്കോളി. എവിടെയെങ്കിലും തൂങ്ങുന്നുണ്ട്. നേരം വെളുത്ത പേപ്പർ നോക്കിയാ എവിടെയെങ്കിലും തൂങ്ങും. അമ്മാള് തൂങ്ങില്ല. അമ്മാള് തൂങ്ങും. കളി കഴിഞ്ഞ വീട്ടിൽ പോകുമ്പോ ബസ്സിലിരുന്ന് വർക്കുന്നു. ആ മണം കേട്ടാൽ മതി. പിന്നെ പറഞ്ഞ കാര്യമില്ല. നിന്നെ ആൾക്കാർ അറിയില്ലതൊക്കെ പറഞ്ഞ അതത്തിന് ഉള്ളിൽ ഒതുക്കി വെച്ചുകൂടെ ഉള്ളിൽ കഴിഞ്ഞതൊക്കെ വെളിയിൽ പറയണം.
ഞാൻ മഹാഭാവിയാണ് കൃഷ്ണൻ. നല്ല കാവ്യാണെങ്കിൽ കമ്മിറ്റിക്കാരനെ കൊടുക്കാം അമ്പലത്തിലല്ലേ. ഈ ഭാവിക്കും കാവിക്കും തമ്മിലുള്ള അർത്ഥ വ്യത്യാസങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് മാറ്റമുള്ളൂ. ഇല്ലേ? ഇതൊരു വാക്കല്ല ഇവർക്ക് ചെലവുള്ളൂ. ഈ വാക്കുകൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ അവളെ അടിക്കേണ്ട ആവശ്യമുണ്ടോ മുത്തച്ഛ? അപ്പാ, നിന്റെ ഭാര്യയല്ലേ നീ ദേഷ്യം വരുമ്പോ രണ്ട് തെറ്റ് തന്നെ ഉണ്ടാവും. അതൊന്നും കാര്യമില്ല. ആരെ? നിന്റെ തൊള്ള ശരിയല്ല. നിന്റെ തൊള്ള ശരിയല്ല. ഇതല്ല. ഇതിന്റെ മീതെ കിട്ടണം. നിന്റെ തൊള്ള ശരിയല്ല. എനിക്ക് ഇതിന്റെ മീതെ കിട്ടണം. ഇതിന് ഇത്ര പാടലോ നമുക്ക് ഒരുപാടായി. പറഞ്ഞ കാര്യമില്ല ചെറുത്. ഇതിന് ഇത്ര പാടലോ നമുക്ക് ഒരുപാടായി. ഇതൊക്കെ ഒരുപാടായി. എനിക്ക് കേട്ടല്ല. ഇതിന്റെ മീതെ കിട്ടണം. ഇതിന്റെ മീതെ കിട്ടണം. പിന്നെ തൊള്ള ശരിയല്ല. അതിനെ തൊള്ള ശരിയാണെന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയും. കാരണം അവളുടെ സ്വഭാവം നല്ലപോലെ മനസ്സിലാക്കിയാണ് അവൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ 5 കൊല്ലത്തിൽ എങ്ങനെ എത്തിയോ ഇത് കഴിച്ചത് ഞാനിപ്പോ അല്ല അച്ഛാ, അവളുടെ സ്വഭാവം നല്ലപോലെ എനിക്കറിയാം. ഞാനല്ലേ അവളെ തല്ലിയത്? അതെ അല്ലേ? അവളുടെ ഭർത്താവാണല്ലോ. അതെ അതെ. തല്ലിയത് ഞാൻ അവളെന്തെങ്കിലും സമാധാനപ്പെടുന്നത് ഞാൻ അവളെ കൂട്ടിയിട്ട് പോകും. എന്നാലും നിങ്ങൾ എന്തിനു ശ്വാസം വെറുതെ കളയുന്നു? എന്നാലും ജോബോ ഇതിന് ഇത്ര പാടില്ല. ഒരുപാടായി. ഇത്ര പാടില്ല. പോ തൊള്ള ശരിയല്ലേ എന്റെ. കാര്യം കാണാതെ അതിനുള്ള മരുന്നൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പുണർന്നതും മറന്നു നിന്നെ പുലയാതെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് കോപമലരി അമ്മാളുക അന്നൊന്ന് ചേർന്നല്ല. തെറ്റുപറ്റാത്ത മനുഷ്യന്മാരെല്ലാം ഉലകത്തിൽ തന്നെ ഉണ്ടാവും. തെറ്റ് പറ്റാത്ത മനുഷ്യന്മാര് ഉലകത്തിലുണ്ടാകും. ഇയാൾക്ക് എപ്പോഴും തെറ്റുണ്ട്. അത് വളം കഴിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത് വാക്കാലാണ് തെറ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്റെ പേരിൽ അങ്ങനെ ഒരു അബദ്ധം വരാതിരുന്ന പോലെ നാളെ നാളെ തൊട്ട് കഴിക്കാണ്ടിരുന്ന പോലെ. ശരിയടി പറഞ്ഞ ബാക്കി ഈ അമ്മളെ നടക്കടി നമ്മുടെ വീട്ടിക്ക് നടക്കടി. വീട്ടിക്കാ? എനിക്ക് ചോദിക്കാനും പലരും ഇവിടെ ആൾക്കാരുണ്ട്. ചോദിക്കാനും പറയാനും ആളുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? 5 കൊല്ലമായി. 5 കൊല്ലമായില്ലേ? ഈ 5 കൊല്ലത്തിനിടയിൽ ചോദിക്കാനോ പറയാനോ ആയിട്ട് അച്ഛനോ അമ്മയോ ആങ്ങളെയോ അങ്ങനെ ഒരു നായിനിയും ഇവിടെ കണ്ടില്ല. 7 മണിക്ക് തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഒരു നായി പോലും വിജയം വന്നില്ല. നിനക്കിപ്പോ ഇവിടെ ചോദിക്കാനും പറയാനോ ആളുണ്ടോ? ആരാണ് ഉള്ളത്? നല്ലപോലെ എന്റെ അമ്മയോട് വന്നിട്ടുണ്ട്. അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ നീ ആ തള്ളയെന്തിനാ അവിടെ വന്ന് കിടക്കുന്നു? അമ്മനെയും മകളിനെയും പാടാക്കിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. ഓ